Voice of God. God through evangelist Shaji Joseph. ദൈവരാജ്യത്തിന്റെ പരിശീലനത്തിൽ സാധാരണ വിശ്വാസികൾ രോഗികളെ സൗഖ്യമാക്കും. യെസ് സിസ്റ്റർ, എന്തായിരുന്നു വിഷയം? എനിക്ക് ഇവിടെ ഒരു കൊളുത്തി വലിക്കുന്ന പോലെ കാലും ഒരു വേദനയും വന്നു. ഇപ്പൊ അത് വിട്ടുപോയി, യേശുവിൽ വിട്ടുപോയി പൂർണ്ണമായിട്ട്. എത്ര മഹത്വമുള്ള ദൈവം, എത്ര മഹത്വമുള്ള ശുശ്രൂഷ സ്വർഗത്തിലെ ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചേക്കണേ. എന്തിനാണെന്നറിയാമോ നിങ്ങളുടെ മുമ്പിൽ ഇത് പബ്ലിക്കായിട്ട് സ്വർഗത്തിലെ ദൈവം ചെയ്യാനായിട്ട് ഏൽപ്പിച്ചേ? കാരണം ഈ ജനത്തിന്റെ പേടി മാറണം, ഈ ജനത്തിന്റെ പേടി മാറണം, ദൈവദാസന്മാരുടെ പേടി മാറണം. പകരം എന്ത് ചെയ്യണമെന്നറിയാമോ? മീറ്റിംഗ് കഴിഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കണം, കർത്താവ് ഏൽപ്പിച്ചേക്കുന്നത് പ്രസംഗിക്കാൻ മാത്രമല്ല, ഇതൊരു പാക്കേജാണ്. കിങ്ഡം പ്രസംഗിക്കുക, സബ്ജക്ട് ചൂസ് ചെയ്തോളണം, വേറെ ലോകം പ്രസംഗിക്കരുത്, കിങ്ഡം പ്രസംഗിക്കുക. രോഗികളെ സൗഖ്യമാക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക. ഇതൊരു പാക്കേജാ. ഇത് ദൈവം നമുക്ക് തന്നിരിക്കുകയാ. ഇത് നമ്മൾ ചെയ്യേണ്ടതാ. അത് പബ്ലിക്കായിട്ട് ചെയ്യണോ? എങ്കിൽ പബ്ലിക്കായിട്ട് ക്രിസ്തുവിന് മഹത്വം കിട്ടുവാനിടയാകും. ഇനി ധൈര്യമുണ്ടോ? ഇനി ധൈര്യമുണ്ടോ? ഹല്ലേലൂയ. ദൈവം നിങ്ങളിലൂടെ കടന്നു പോകുന്ന നിങ്ങളിലൂടെ അത് ചെയ്യിക്കും. നിങ്ങൾ അനേകരെ പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങളത് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും ധൈര്യം. ഇവിടെ ഈ കടന്നു വന്ന ഒരാളുടെ മേൽ ഞാൻ കൈതൊട്ടില്ല, ശരിയല്ലേ? ഞാൻ കൈതൊട്ടില്ല. അപ്പൊ ഷാജി ബ്രദർ സൗഖ്യമാക്കിയെന്ന് ആരും പറയേണ്ട ഒരാവശ്യവും ഇല്ല. ഇതെല്ലാം സാധാരണ വിശ്വാസികളിലൂടെ കർത്താവ് പ്രവർത്തിച്ചതാണ്. അടുത്ത ശുശ്രൂഷ ജൂലൈ 9 മുതൽ 11 വരെ. നിങ്ങളുടെ സീറ്റുകൾ ഇപ്പോഴേ ഉറപ്പാക്കുക. പ്രൈസ് ദി ലോർഡ്. വീണ്ടും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ മാധ്യമത്തിലൂടെ ദൈവ ഇഷ്ടം നിങ്ങളെ അറിയിക്കുവാൻ തക്കവണ്ണം, എസ്പെഷ്യലി ദൈവരാജ്യത്തെക്കുറിച്ചുള്ള മർമ്മങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്നത് നിങ്ങളെ അറിയിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം തന്ന ഈ സാവകാശനായി സ്തോത്രം ചെയ്യുകയാണ്. പ്രിയരെ, നിങ്ങളോട് കൂടെ ദൈവവചനം പങ്കുവയ്ക്കുന്ന ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ഇന്ന് പതിവ് പോലെ കർത്താദാസൻ ഷാജി സുന്ദർ നമ്മളോടുകൂടെ സ്റ്റുഡിയോയിലുണ്ട്. കർത്താദാസന് ഇന്ന് ഏത് ചോദ്യം ചോദിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്? കഴിഞ്ഞ എപ്പിസോഡിൽ നാം കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് മനസ്സിലാക്കിയ വിഷയം ദൈവരാജ്യത്തിൽ എങ്ങനെയാണ് നാം കടക്കേണ്ടത്, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കേണ്ട യോഗ്യത എന്താണെന്ന് അതിനടിസ്ഥാനത്തിൽ മനസ്സിലാക്കി. ലോകത്തിലിരിക്കുന്ന വ്യക്തി ലോകത്തിലായിരിക്കുന്ന ജനം രക്ഷിക്കപ്പെടുമ്പോൾ അവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. സഭയിൽ നിന്ന് ദൈവരാജ്യം അവകാശമാക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ സാധിക്കുമെന്ന് നാം വ്യക്തത മനസ്സിലാക്കി. എന്നാൽ ഇന്ന് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്ന ചോദ്യം, ലോകത്തിൽ നിന്ന് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ സഭയ്ക്കുള്ളിൽ വരുന്നു. സഭ എന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ സഭയാണ്. കഴിഞ്ഞ ആഴ്ച കർത്താവിന്റെ ദാസനിൽ കൂടെ ഞാൻ കേൾക്കുവാനിടയായി. ഇപ്രകാരം കേട്ടു, ലോകം സഭയ്ക്കുള്ളിൽ നിന്ന് ലോകം കയറി കിടക്കുന്നുവെന്ന്. കാരണം ഈ ലോകത്ത് നിന്ന് രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് സഭയ്ക്കുള്ളിൽ വരുന്നത്. ഇന്ന് സഭ കർത്താവ് യേശു ക്രിസ്തുവ നയിക്കുന്നത്. സഭ കർത്താവ് യേശു ക്രിസ്തുവിന്റെ സഭയാണ്. അപ്പോൾ ആ ഒരു അതോറിറ്റിക്കകത്ത് നിൽക്കുന്ന സഭയ്ക്കകത്ത് എങ്ങനെയാണ് ലോകം കയറി കിടക്കുന്നതെന്ന്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അത് അറിയാൻ പറ്റും? നോർമലി നമ്മൾ നോക്കുമ്പോൾ സഭയിൽ വരുന്ന ജനം ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു. ബട്ട് അവരിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു കുറവുകളും കാണുന്നില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും ലോകം ആ സഭയ്ക്കുള്ളിൽ കയറി കിടക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്? ലോകം സഭയ്ക്കുള്ളിൽ കയറി കിടക്കുന്നത് നോക്കുമ്പോൾ എളുപ്പം മനസ്സിലാക്കുവാൻ കർത്താവ് പറഞ്ഞു, ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയുക. അവരുടെ പ്രവൃത്തികൾ വെളിപ്പെട്ടു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് ലോകത്തിലെ വ്യക്തികളുടെ പഴയ ആദത്തിന്റെ സ്വഭാവമാണോ അതോ രണ്ടാം ആദം ഒടുക്കത്തെ ആദമായ യേശുക്രിസ്തുവിന്റെ സ്വഭാവമാണോ എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഒരു ഉദാഹരണം പറയാം. ലോകത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഈ സഭയിൽ ചേർത്തവർക്ക് ലോകത്തിന്റെ സ്വഭാവം എങ്ങനെ ഉണ്ടാകുമെന്നാണ് ചോദ്യം. ഉണ്ടാകത്തില്ല, കാരണം ക്രിസ്തുവിന്റെ സഭയല്ലേ എന്നാണ് ചോദ്യം പറയുന്നത്. ശ്രദ്ധിച്ചാട്ടെ, ആഫ്രിക്കക്കാരനായ ഒരു വ്യക്തിക്ക് ഇന്ത്യക്കാരനാകാൻ മോഹം. അതെ, ഇതേപോലെ തന്നെ നമുക്ക് ലോകത്തിൽ ജീവിച്ച ലോകത്തിന്റെ സിസ്റ്റത്തിലുള്ള നമുക്ക് ദൈവരാജ്യത്തിന്റെ ഇൻവിറ്റേഷനായ സുവിശേഷം കടന്നു വന്നപ്പോൾ നമ്മൾ എന്നെ സ്വീകരിച്ചു. ദൈവരാജ്യക്കാരനാകാൻ മോഹം, നമ്മൾ എന്നെ സ്വീകരിച്ചു. അപ്പോൾ ദൈവരാജ്യത്തിലേക്ക് കർത്താവ് ഒരൊറ്റ അടിക്ക് നമ്മളെ അവകാശമാക്കുകയല്ല, ദൈവരാജ്യത്തിലേക്ക് കടക്കുവാൻ തക്കണം ഒരു ഹോൾ ടിക്കറ്റ് തരും. നമ്മൾ അറിയാം, SLC ഒക്കെ എഴുതുമ്പോൾ അവർക്ക് ഹോൾ ടിക്കറ്റ് കൊടുക്കും. എൻട്രൻസ് എഴുതുമ്പോൾ അതിനൊരു പെർമിഷൻ, രജിസ്റ്റർ നമ്പർ ഉണ്ടാകും. ഇതേപോലെ ഹോൾ ടിക്കറ്റ്. അങ്ങനെ ഒരു ഹോൾ ടിക്കറ്റ് കിട്ടി, ഒരു എക്സാം ഹോൾ ഉണ്ട്. ആ എക്സാം ഹോളിന് തുല്യമാണ് സഭ. ഇന്ന് ലോകത്ത് നിന്ന് രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് സഭയോട് ചേർത്തു. അതൊരു എക്സാം ഹോളിന് തുല്യമാണ്. എൻട്രൻസ് എക്സാം ഹോൾ. ഈ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം ഉണ്ട്, ഇത് എൻട്രൻസ് എക്സാം ഹോൾ. അവിടെ നിന്ന് പാസ്സായെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കലിൽ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. ഇതേപോലെ തന്നെ ഈ സഭയിൽ ദൈവം ഇഷ്ടം ചെയ്യുന്ന വ്യക്തികൾ അവർക്ക് മാത്രമേ ദൈവരാജ്യം അവകാശമാക്കാൻ പറ്റത്തുള്ളൂ. ഇത് പറയുന്നതിന്റെ കാരണം കർത്താവ് പറയുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ പറയാം, വിളിക്കപ്പെട്ട അനേകരാ. ഇപ്പൊ എൻട്രൻസ് എക്സാം എഴുതുന്നവർ
അനേകര. പക്ഷെ അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് വളരെ ചുരുക്കമാണ്. ആമേൻ. ഇതേപോലെ കർത്താവ് പറയാ, വിളിക്കപ്പെട്ട അനേകര, തിരഞ്ഞെടുക്കപ്പെട്ടവ ചുരുക്കമാണ്. അപ്പോൾ എന്താണ് കാര്യം? അതിന് എക്സാമ്പിൾ പറയുകയാണ്. ആഫ്രിക്കക്കാരനായ ഒരാൾക്ക് ഇന്ത്യക്കാരനായ മോഹം. നമ്മൾ ലോകക്കാരായ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നത് പോലെ. അപ്പോൾ ആഫ്രിക്കക്കാരനായ വ്യക്തി ഇന്ത്യയിൽ വന്നു. ഇന്ത്യ ഗവൺമെന്റിന് ഒരു ആപ്ലിക്കേഷനൊക്കെ കൊടുത്തു. ഒരു സ്പെഷ്യൽ കൺസിഡറേഷനിൽ ഇദ്ദേഹത്തിന് ഇന്ത്യൻ പൗരത്വം കൊടുക്കാമെന്ന് ക്യാബിനറ്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് തീരുമാനിച്ചു. ഇതൊരു സങ്കല്പമാണ്. അങ്ങനെ ഒരു തീരുമാനിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന് പുതിയ പാസ്പോർട്ട് കാര്യങ്ങൾ എല്ലാം കൊടുക്കുകയാണ്. ഇന്നലെയാണ് അദ്ദേഹം ഇന്ത്യയിൽ വന്നത്. ആപ്ലിക്കേഷൻ എല്ലാം കൊടുത്തു. സ്പെഷ്യൽ കൺസിഡറേഷനിൽ ഇന്ന് അദ്ദേഹത്തിന് ഇന്ത്യൻ പാസ്പോർട്ട് കൊടുത്തു. അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, ഇനി ഞാൻ ആഫ്രിക്കയിലേക്ക് പോകുന്നില്ല, പുതിയ പാസ്പോർട്ട് ഇന്ത്യൻ പൗരനായിട്ട് ഇന്ത്യയിൽ ജീവിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നലെ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം ഏത് രാജ്യക്കാരനായിരുന്നു? ആഫ്രിക്കക്കാരനായിരുന്നു. പക്ഷെ ഇന്ന് അദ്ദേഹം ഏത് രാജ്യക്കാരനാണ്? ഇന്ത്യക്കാരനാണ്. പക്ഷെ ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, ആ വ്യക്തിയുടെ സ്വഭാവം ആരുടെയാണ്? ആഫ്രിക്കക്കാരന്റെ സ്വഭാവമാണ്. അദ്ദേഹം ഇന്ന് ഇന്ത്യയിലാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ സ്വഭാവം ആഫ്രിക്കക്കാരനെയാണ്. ഇതേപോലെ തന്നെ ലോകത്തിന്റെ ശൈലിയിൽ ജീവിച്ച നമ്മളെയാണ് കർത്താവ് ഒരു നിമിഷം കൊണ്ട് ഒന്ന് കൈവക്കിയപ്പോൾ, ഒരു ഹൃദയത്തിന്റെ തീരുമാനത്തിൽ ഒന്ന് കർത്താവെ ഞാൻ അങ്ങ് സ്വീകരിക്കുന്നു, അങ്ങയുടെ വഴികളിൽ ഞാൻ ജീവിച്ചു കൊള്ളാം എന്ന സമ്മതത്തിൽ, ഒരു മനസ്സമ്മതത്തിന് തുല്യമായി. അല്ല എങ്കിൽ ഒരു എൻഗേജ്മെന്റ് നമ്മൾ പറയത്തില്ലേ, ചില സ്ഥലങ്ങളിൽ അച്ചാര കല്യാണം എന്ന് പറയും. അപ്പോൾ എൻഗേജ്മെന്റിന് തുല്യമായി ഞാൻ ജീവിച്ചു കൊള്ളാം എന്ന നമ്മളുടെ വ്യവസ്ഥയിൽ ജോസഫായി മേരിയാകുന്ന ഞാൻ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള എൻഗേജ്മെന്റ്, ആ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ കർത്താവ് നമ്മളെ സഭയിലേക്ക് സ്വീകരിച്ചു. ഇനി നമ്മളെ ചേർത്തുകൊള്ളാൻ വീണ്ടും വരും വിവാഹത്തിനായിട്ട്. വിവാഹമായിട്ടില്ല, എൻഗേജ്മെന്റേ കഴിഞ്ഞുള്ളൂ. സഭയിലേക്ക് ചേർന്നപ്പോൾ എൻഗേജ്മെന്റേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി നമ്മളെ ചേർക്കുവാനായിട്ട് വീണ്ടും വരുവാനിടയാകും. അപ്പോൾ ഈ ലോകത്തിലുള്ള നമ്മൾ സഭയിൽ ചേർന്നെങ്കിലും നമ്മുടെ സ്വഭാവം ആരുടേതാ? ലോകത്തിന്റെ സ്വഭാവമാണ്. ഇതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, നീ ഓരോ നിമിഷവും പ്രിയ മകനെ മനസ്സ് പുതുക്കി ഈ ലോകത്തിന് അനുരൂപമാകാതെ നീ ദൈവരാജ്യത്തിന് അനുരൂപമായി തീരണം. അതായത് ലോകത്തിന്റെ പ്രഭുവായ ദുഷ്ടന്റെ പിശാചിന്റെ ചിന്തകൾ അതിന്റെ അകത്തിരിക്കണേ. ആരിലാണോ നിന്നെ മനസ്സുഖം നടത്തിയത് ആ യേശുക്രിസ്തുവിന്റെ സ്വഭാവമായി നീ തീരണം. നിന്റെ മണവാളിന്റെ സ്വഭാവമായി തീരണം. പിശാചിന്റെ സ്വഭാവം വിടണം. അപ്പോ പ്രിയരെ, ഇതുകൊണ്ടാണ് നമ്മൾ ദൈവവചനം കേട്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിന് രൂപാന്തരം വരണമെന്ന് നമ്മൾ പറയുവാൻ കാരണം. ഇന്ന് ലോകത്തിൽ ആയിരുന്ന ജനത്തെ ക്രിസ്തുവിന്റെ സഭയിലോട്ട് കർത്താവ് യേശു ക്രിസ്തു ഒരു എൻഗേജ്മെന്റിൽ കൂടെ ക്രിസ്തു എന്ന സഭയിലോട്ട് കൊണ്ടുവന്നു. എന്നാൽ ഈ സഭയിൽ നിന്ന് കർത്താവിന് മണവാട്ടിയായിട്ട് അല്ലെങ്കിൽ എത്തിപ്പെടുവാൻ വേണ്ടി, അല്ലെങ്കിൽ ദൈവരാജ്യം ആക്കുവാൻ വേണ്ടിയിട്ട് ഒരു അപ്രകാരമുള്ളൊരു പഠനം ഇന്ന് സഭകൾ കാണുന്നുണ്ടോ? പ്രിയരെ, വളരെ വ്യസനത്തോടെ പറയട്ടെ ഈ ചോദ്യത്തിന്റെ ഉത്തരം. ഇന്ന് വളരെ കുറവ് സഭകളിൽ മാത്രമേ ഒരു ട്രാൻസ്ഫോർമേഷൻ മിനിസ്ട്രി, അതായത് രൂപാന്തരത്തിന്റെ ശുശ്രൂഷ ജനത്തിന്റെ മേൽ നടത്തുന്നുള്ളൂ. ഇന്ന് കൂടുതൽ സ്ഥലത്തും ശുശ്രൂഷയുടെ ആദ്യ ഭാഗമാണ് നടക്കുന്നത്. ശുശ്രൂഷയുടെ ആദ്യ ഭാഗം എന്ന് പറഞ്ഞാൽ അതൊരു ആശ്വാസത്തിന്റെ മിനിസ്ട്രിയാണ്. ദ മിനിസ്ട്രി ഓഫ് കംഫർട്ട്. അത് ജനത്തിന് വളരെ താല്പര്യമാണ്, അതാവശ്യമാണ് താനും. എന്നാൽ ശുശ്രൂഷയുടെ രണ്ടാമത്തെ പാർട്ടാണ് മിനിസ്ട്രി ഓഫ് ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരത്തിന്റെ ശുശ്രൂഷ. ഇത് സഭകളിൽ നടക്കുന്നത് വളരെ വിരളം സഭകളിൽ മാത്രമേ നടക്കുന്നുള്ളൂ. ഇത് നടക്കുന്നില്ല എങ്കിൽ സഭയിലെ ഉള്ളിലുള്ളവരുടെ സ്വഭാവം ലോക സ്വഭാവത്തിൽ തന്നെ തുടരുകയും അത് സഭയ്ക്കുള്ളിൽ വളരെ ഭിന്നതകൾ ഉണ്ടാക്കുകയും സഭ പിശാചിന്റെ ആഗ്രഹത്തിനനുസരിച്ച് ഡിവൈഡ് ചെയ്യപ്പെടുകയും
ചെയ്യും. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ പറഞ്ഞു വരുന്നത് ഈ മാനസാന്തരത്തിന്റെ ശുശ്രൂഷ സഭയിൽ നടന്നില്ല എങ്കിൽ ആ സഭയ്ക്കുള്ളിൽ ലോകം കയറി കിടക്കും എന്നാണ്. തീർച്ചയായും സഭയ്ക്കുള്ളിൽ വരുന്ന ജനത്തിൻ്റെ ഉള്ളിൽ ഓൾറെഡി ലോകമാണ്. അതെ. ആ കഴിഞ്ഞ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ആഫ്രിക്കക്കാരൻ ഇന്ത്യയിൽ വന്നു, ഇന്ത്യൻ പൗരനായി, പാസ്പോർട്ടും കിട്ടി, ഇന്ത്യൻ പാസ്പോർട്ട് കിട്ടി, ഇന്ത്യൻ പൗരനായി. പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ അദ്ദേഹത്തിന്റെ സംസ്കാരം മുഴുവൻ ആഫ്രിക്കൻ സംസ്കാരമാണ്. അതെ. ഇതേപോലെ തന്നെ നമ്മൾ ലോകത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നമ്മൾ ദൈവസഭയോട് ചേർന്നെങ്കിലും നമ്മുടെ ഉള്ളിൽ നിറയെ ലോകമാണ്. അതുകൊണ്ടാണ് ഈ ലേഖനങ്ങളുടെ മൊത്ത സന്ദേശം ഇതാണ്: നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപമാകാതെ ദൈവവചനത്തിലൂടെ ഒരു നവീകരണം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കണം. ഇത് നമ്മളുടെ ജീവിതത്തിൽ നടന്നെങ്കിൽ മാത്രമേ നമ്മളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം എന്തെന്ന് നമ്മൾ തിരിച്ചറിയത്തുള്ളൂ. ആ ദൈവ ഇഷ്ടം ചെയ്യുമ്പോഴാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവരാജ്യം അവകാശമാക്കുന്നത്. പക്ഷെ നമ്മളുടെ കോൺസെൻട്രേഷൻ ഇന്ന് കൂടുതലും ഒരുപക്ഷെ അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം മിനിസ്ട്രി ഓഫ് കംഫർട്ട് അതിൽ മാത്രമായി കേന്ദ്രീകരിച്ചു. മിനിസ്ട്രി ഓഫ് ട്രാൻസ്ഫോർമേഷൻ വലിയ വില കൊടുക്കുന്നതേയില്ല. കാരണം മിനിസ്ട്രി ഓഫ് ട്രാൻസ്ഫോർമേഷൻ ജനത്തിന് താല്പര്യമുള്ള കാര്യമല്ല. മിനിസ്ട്രി ഓഫ് ട്രാൻസ്ഫോർമേഷൻ നമ്മളുടെ കംഫർട്ടിനെ അല്പം ഡിസ്റ്റർബ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് മിനിസ്ട്രി ഓഫ് ട്രാൻസ്ഫോർമേഷനിലേക്ക് ഇന്ന് കൂടുതൽ ദൈവദാസന്മാരും ജനങ്ങളും കടന്നു പോകുന്നില്ല. കൂടുതൽ ആളുകളും മിനിസ്ട്രി ഓഫ് കംഫർട്ട്, ആശ്വാസത്തിന്റെ മിനിസ്ട്രിയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ പറഞ്ഞായിരുന്നു ആശ്വാസത്തിന്റെ മിനിസ്ട്രി എന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ മാനസാന്തരത്തിന്റെ മിനിസ്ട്രി, ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ആശ്വാസത്തിന്റെ മിനിസ്ട്രി, മാനസാന്തരത്തിന്റെ മിനിസ്ട്രിയെ കുറിച്ച്. പ്രിയരെ, ആശ്വാസത്തിന്റെ മിനിസ്ട്രിയും അതോടൊപ്പം തന്നെ പരിവർത്തനത്തിന്റെ, മാനസാന്തരത്തിന്റെ മിനിസ്ട്രി, ഇത് രണ്ടും സഭയ്ക്ക് ആവശ്യമാണ്. ഈ രണ്ട് മിനിസ്ട്രിയാണ് മത്തായിയുടെ സുവിശേഷം 11:28 29 കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, ഈ ഭൂമിയിൽ കർത്താവ് യേശു ക്രിസ്തു ചെയ്ത് കാണിച്ചത്. മത്തായിയുടെ സുവിശേഷം 11:28 ആശ്വാസത്തിന്റെ മിനിസ്ട്രിയാണ്, മിനിസ്ട്രി ഓഫ് കംഫർട്ട്. അതാണ് സുവിശേഷം ലോകത്തോട് പോയി അറിയിക്കുക. അധ്വാനിക്കുന്നവരും ഭാരഞ്ഞുക്കുന്നവരുമായി നിങ്ങളെല്ലാം എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇതിന്റെ പേരാണ് മിനിസ്ട്രി ഓഫ് കംഫർട്ട്. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പോൾ ഇങ്ങനെ ഈ സുവിശേഷം നമ്മൾ ലോകത്തോട് വിളിച്ചു പറയുന്ന ആ ഒരു പർട്ടിക്കുലർ പാർട്ടാണിത്. അപ്പോൾ ഇതിനു വേണ്ടി നാം ലോകത്തിലോട്ട് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവിടെ നമുക്ക് രോഗസൗഖ്യമുണ്ട്, ഭൂതഗ്രസ്തനിൽ ഭൂതത്തിൽ നിന്ന് വിടുതലുണ്ട്. പല പല വിടുതലുകളും സ്വർഗത്തിലെ ദൈവം തൻ്റെ ദാസന്മാരിലൂടെ ദാസിമാരിലൂടെ ഈ ലോകത്തിന് കൊടുക്കുവാനിടയാകും, അവരെ ആശ്വസിപ്പിക്കാനിടയാകും. പക്ഷെ ഇതിൻ്റെ എല്ലാം പ്രധാന ആശ്വാസം എന്ന് പറയുന്നത്, ഇതൊക്കെ മനുഷ്യരുടെ ദൃഷ്ടിയിൽ വലിയ ആശ്വാസമാണ്. പക്ഷെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഏറ്റവും പ്രധാന ആശ്വാസം എന്ന് പറയുന്നത് അവരുടെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് അവരെ വിടുവിച്ച് അവർക്ക് ആശ്വാസം കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ മനുഷ്യനിത് വലിയ ആശ്വാസമായി തോന്നുന്നില്ല. ദൈവത്തിന് അതറിയാം. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ച് ആശ്വാസം എന്ന് പറയുന്നത്, തൽക്കാലം അവനൊരു തലവേദന ഉണ്ടായിരുന്നു, അതൊന്ന് മാറിക്കിട്ടി. തൽക്കാലം അവനൊരു കൈവേദന ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവൻ മറ്റേതെങ്കിലും മേജർ ഡിസീസ്, ക്യാൻസറോ മറ്റേ ഹൃദയത്തിൻ്റെ വാൽവുകളുടെ ബുദ്ധിമുട്ടോ എന്തെങ്കിലും മേജർ ഡിസീസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു, അതിൽ നിന്ന് അവന് സൗഖ്യം കിട്ടി. അവൻ്റേതായ പൈശാചിക പോരാട്ടത്തിൽ നിന്ന് സൗഖ്യം കിട്ടി. അവനെ സംബന്ധിച്ച് അതാണ് വലിയത്. പക്ഷെ ദൈവത്തെ സംബന്ധിച്ച് അവൻ്റെ പാപങ്ങളിൽ നിന്ന് അവനെ വിടുവിച്ചു, അവനെ സഭയോട് ചേർത്തു. അത് ദൈവസന്നിധിയിൽ വലിയതാണ്. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ആ 11:28 അധ്വാനിക്കുന്നവരും ഭാരഞ്ഞുക്കുന്നവരുമായി നിങ്ങളെല്ലാം എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അപ്പോൾ ഈ ജനം ക്രിസ്തു വലിയ ആശ്വാസം കണ്ടെത്തുകയാണ്. അവർ ക്രിസ്തുവിനെ സ്വീകരിച്ച് സഭയോട് ചേരുകയാണ്. ഇതാണ് ആശ്വാസത്തിന്റെ മിനിസ്ട്രി. ഇത് ആശ്വാസത്തിന്റെ മിനിസ്ട്രിയുടെ ഫസ്റ്റ് ഫേസ് ആണിത്. എന്നാൽ ഇതിന്റെ ഒരു സെക്കൻഡ് ഫേസും ഉണ്ട്. ഈ ആശ്വാസത്തിന്റെ മിനിസ്ട്രിയിൽ അകത്തേക്ക് കടന്നു വന്ന ഈ ജനത്തിന് ദൈവം ഒരു ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. കാരണം നിങ്ങൾ ലോകമെങ്ങും പോയി എന്നെക്കുറിച്ച് അറിയിക്കുവാൻ, നിങ്ങൾ അനുഭവിച്ച ഈ സന്തോഷം നിങ്ങൾ ലോകത്തോട് അറിയിപ്പിൻ. അപ്പോൾ ഇങ്ങനെ ഈ ജനം ലോകത്തിലോട്ട് ഇറങ്ങി ഈ ക്രിസ്തുവിനെ അറിയിക്കാൻ തുടങ്ങുമ്പോൾ ഈ ലോകത്തിന്റെ ദൈവമാകുന്ന പിശാച് ഈ ജനത്തിനെതിരെ കടന്നു വരും. ആരാണോ ക്രിസ്തുവിനെ അറിയിക്കുന്നത് ആ ജനത്തിന് എതിരെ
കടന്നു വരും. കാരണം ലോകത്തിൽ യേശുവിനെ അറിയിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ദൈവരാജ്യത്തിലേക്ക് കടക്കുവാനുള്ള ഇൻവിറ്റേഷൻ കൊടുക്കുകയാണ്. ആമേൻ. അതായത് ലോകരാജ്യത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് കടക്കാനുള്ള ഇൻവിറ്റേഷൻ കൊടുക്കുന്നു. നിങ്ങൾ ചിന്തിച്ച്, നിങ്ങൾ പാകിസ്ഥാനിലേക്ക് കടന്നുപോയി, അവിടെ ചെന്നിട്ട് പാകിസ്ഥാനിലുള്ളവരോടൊക്കെ ഇന്ത്യയിലേക്ക് വരാനുള്ള ഇൻവിറ്റേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഗവൺമെന്റ് വെറുതെ ഇരിക്കത്തില്ല. ഇതേപോലെ തന്നെ ഈ ലോകത്തിന്റെ രാജാവായ ദൈവവുമായി ദൈവവചനം കാണിക്കുന്ന പിശാച് നിങ്ങൾ ദൈവരാജ്യത്തിലേക്ക് ഈ ലോകത്തുള്ളവരെ നമ്മൾ മാറ്റുവാനുള്ള ഇൻവിറ്റേഷനായി സുവിശേഷം കൊടുക്കുമ്പോൾ പിശാച് വെറുതെ ഇരിക്കത്തില്ല. അപ്പൊ നമുക്കെതിരെ വരും. ഇതുകൊണ്ടാണ് 2 തെസ്സലോനിക്കർ 3:12 പറയുന്നത്, ക്രിസ്തുയേശുവിൽ ഭയഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകും. ദുഷ്ട മനുഷ്യരും മായാവികളും അടിക്കടി ദോഷത്തിന് മുതിർന്നു വന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ ചിലർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് യാതൊരു ഉപദ്രവവും ഇല്ലല്ലോ. പ്രിയരെ, അവിടെ പറഞ്ഞത് ക്രിസ്തുയേശുവിൽ ഭയഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കേ ഉപദ്രവമുള്ളൂ. അല്ലാത്തവർക്ക് ഈ ലോകത്തിനും ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴുവഴിപ്പോടെ ജീവിച്ച് പകല് ഫ്രൈഡേ അല്ലെങ്കിൽ സൺഡേ വലിയൊരു ഭക്തനും തുടർന്ന് ലോകപ്രകാരം ജീവിക്കുന്ന വ്യക്തികളെ കുറിച്ചല്ല പറയുന്നത്. ക്രിസ്തുയേശുവിന്റെ ഭയഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകുമെന്ന് വിശുദ്ധ വേദപുസ്തകം ഗ്യാരണ്ടിയാ, സാക്ഷ്യം പറഞ്ഞിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പ്രിയരെ, അങ്ങനെ ഈ ലോകത്തിലോട്ട് പോകുന്ന ഈ ജനത്തിന് ഉപദ്രവം പല രീതിയിലും ഉണ്ടാകും. പല രീതിയിലും ലോകം പിശാച് പല രീതിയിൽ എതിർക്കുമ്പോൾ ഇവർക്കൊരു ആശ്വാസത്തിന്റെ മിനിസ്ട്രി വേണം, കംഫർട്ട് മിനിസ്ട്രി വേണം. കാരണം ഇവർ തളർന്നൊടിഞ്ഞായിരിക്കും പല നിരാശയോടെ ബിസിനസിന്റെ പ്രയാസങ്ങൾ, ഓഫീസിലെ പ്രയാസങ്ങൾ, വീട്ടിലെ പ്രയാസങ്ങൾ. കാരണം കർത്താവ് യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനമല്ല തരുന്നത്, വാളത്ര തരുന്നത്. കാരണം ഇതൊന്നും പലപ്പോഴും പ്രസംഗിക്കാറേ ഇല്ല. കാരണം ഇതൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ജനം ഓടിപ്പോകും. കാരണം അറിവില്ലാത്ത ജനമാണെങ്കിൽ അത് ഓടിപ്പോകാനിടയാകും. അപ്പോൾ ഈ ലോകത്തിലോട്ട് ഇറങ്ങുമ്പോൾ കുടുംബത്തിൽ അപ്പൻ മകനെതിരെ, അമ്മായിയമ്മ മരുമകൾക്കെതിരെ, അങ്ങനെ പലപ്പോഴും പല പ്രശ്നങ്ങളുമായിട്ടായിരിക്കും ഈ ജനം സഭയിലേക്ക് കയറി വരുമ്പോൾ ഈ സഭയിലൊരു കംഫർട്ട് മിനിസ്ട്രി, യേശു നിന്നെ സൗഖ്യമാക്കുന്നവനാ, യേശു നിന്നെ ആശ്വസിപ്പിക്കുന്നവനാ, യേശു നിന്നെ വിടിവിക്കുന്നവനാ എന്ന് വിളിച്ചു പറയുമ്പോൾ അത് ആശ്വാസത്തിന്റെ മിനിസ്ട്രിയാ, കംഫർട്ട് മിനിസ്ട്രിയാ. മനസ്സിലായോ? അപ്പോൾ ഇതിന്റെ രണ്ട് ഫേസുകൾ ഇതൊക്കെയാണ്. ഒന്ന്, ഈ ലോകത്തിലെ ജനത്തെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവർക്ക് പാപത്തിൽ നിന്ന് മോചനം കൊടുത്തുകൊണ്ട് അവർക്കുള്ള ഇൻവിറ്റേഷനാണ്. അവർ രോഗത്തിൽ നിന്ന് സൗഖ്യമാക്കുന്നു, ഭൂതഗ്രസ്തനായ അവരെ സൗഖ്യമാക്കുന്നു, അവർക്ക് ദരിദ്രത്തിൽ നിന്ന് അവരെ കരകയറ്റുവാൻ തക്കവണ്ണം ദൈവം അവർക്ക് ആശ്വാസം കൊടുക്കുന്നു. പല രീതിയിലുള്ള വിടുതലുകൾ കർത്താവായ യേശു അവർക്ക് കൊടുക്കുന്നു. അവിടെ എല്ലാം യേശുവിന്റെ നാമം മഹത്വം എടുക്കുകയാണ്. തുടർന്ന് ആ യേശുവിനെ അറിഞ്ഞ ജനസഭയിലേക്ക് കടന്നു വരുന്നു. തുടർന്ന് അവർ യേശുവിനെ അനുസരിച്ചുകൊണ്ട് സുവിശേഷം അറിയിക്കുവാൻ, ഭയഭക്തിയോടെ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ലോകം, പിശാച് അവർക്കെതിരെ പല രീതിയിൽ ലോകത്തെ ഇറക്കിവിടാനിടയാകും. അപ്പോൾ അവർക്ക് വീണ്ടും ഒരു ആശ്വാസം ആവശ്യമാണ്. അങ്ങനെ വീണ്ടും ഒരു ആശ്വാസം ആവശ്യമായിരിക്കുമ്പോൾ അത് സഭയിലെ ആശ്വാസത്തിന്റെ മിനിസ്ട്രിയിലൂടെ അവർക്ക് ലഭിക്കപ്പെടുവാനിടയാകുന്നു. അപ്പോൾ ആശ്വാസത്തിന്റെ മിനിസ്ട്രിയുടെ പർപ്പസ്, ഉദ്ദേശം മനസ്സിലായല്ലോ? ഇത് വളരെ ആവശ്യമാണ്. ഇത് ചെയ്ത് ധാരാളം സ്നേഹിതന്മാര്, ദൈവദാസന്മാരുണ്ട്. അവർക്കെല്ലാം ഞങ്ങളുടെ പ്രാർത്ഥനയും കണ്ണുനീരും അവരോട് കൂടെ ഉണ്ട്. ഇത് വളരെ അത്യാവശ്യമാണ്. നന്നായി ചെയ്യുന്നു. ധാരാളം പേരുണ്ട്. ഇവരെല്ലാം ലോകം അറിയും. ലോകത്തിൽ ഇവർ പ്രശസ്തരാകുകയും ചെയ്യും. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഓരോരുത്തരും ശുശ്രൂഷ ചെയ്യട്ടെ. പക്ഷേ അപകടം ഇവിടെയല്ല കിടക്കുന്നേ. ലോകത്തിലെ ജനത്തിന് ഈ ശുശ്രൂഷയോട് വലിയ താല്പര്യമാണ്. ഈ ശുശ്രൂഷ നമ്മൾ ചെയ്യണം. പക്ഷെ ഈ ശുശ്രൂഷയിൽ ലോകം ഇതാണ് ആഗ്രഹിക്കുന്നത്, ജനം ആഗ്രഹിക്കുന്നത് ഇതാണെന്ന് ചിന്തിച്ച് ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ നമ്മൾ അപകടത്തിലാകും. കാരണം ഈ ശുശ്രൂഷകളെല്ലാം, ഈ കംഫർട്ട് മിനിസ്ട്രി എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ലോകത്തിൽ നിന്ന് സഭയ്ക്കുള്ളിൽ കൊണ്ടുവരാനുള്ളതാ. കംഫർട്ട് മിനിസ്ട്രി ഒന്നും സഭയിൽ നിന്ന് ദൈവരാജ്യത്തിൽ കയറ്റാനുള്ളതല്ല. കംഫർട്ട് മിനിസ്ട്രി ജനത്തെ സഭയിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരാനുള്ളതല്ല, ലോകത്തിൽ നിന്ന് ജനത്തെ സഭയിലേക്ക് കൊണ്ടുവരാനുള്ളതാണ്. ലോകത്ത് പോയി ദൈവവചനം പ്രസംഗിച്ചു,
രോഗികളെ സൗഖ്യമാക്കി, ഭൂതത്തെ പുറത്താക്കി അവരെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സഭയിലേക്ക് കൊണ്ടുവന്നു. അവർ യേശുവിനെ സ്വീകരിച്ച് സഭയിൽ വന്നു. വീണ്ടും അവർ അവിടെ നിന്ന് ലോകത്തിലോട്ട് പോയി തൻ്റെ സ്നേഹിതരെ, കൂട്ടുകാരെ ഈ യേശുവിനെ അറിയിച്ച് അവരെ വീണ്ടും കൊണ്ടുവരികയാണ്. അപ്പോൾ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, ആശ്വാസം കിട്ടുവാൻ തക്കവണ്ണം വീണ്ടും കംഫർട്ട് മിനിസ്ട്രി അവരിൽ ആ കംഫർട്ട് മിനിസ്ട്രിയിലേക്ക് അവർ പ്രവേശിക്കാൻ അവർക്ക് ആശ്വാസം കിട്ടുകയും അനേകർ ദൈവരാജ്യത്തിലേക്ക് വരികയാണ്. ഈ അനേകർ ഈ ദൈവരാജ്യത്തിലേക്ക് അല്ലെങ്കിൽ സഭയിലേക്ക് ഇവർ കടന്നു വരുമെങ്കിലും ഇവർ ദൈവരാജ്യം അവകാശമാക്കിയിട്ടില്ല. ഇനി സഭയിൽ നിന്ന് ഇവർ ദൈവരാജ്യം അവകാശമാക്കുന്ന അവസ്ഥയിലേക്ക് ഇവർ കടന്നു വരണം. അതിനുള്ള മിനിസ്ട്രിയാണ് മിനിസ്ട്രി ഓഫ് ട്രാൻസ്ഫോർമേഷൻ, മാനസാന്തരത്തിന്റെ മിനിസ്ട്രി, ശുശ്രൂഷ. ആ മാനസാന്തരത്തിന്റെ ശുശ്രൂഷ ഇതാണ് മത്തായിയുടെ 28-ാം വാക്യം അല്ല, 28-ാം വാക്യം കംഫർട്ട് മിനിസ്ട്രി, 29-ാം വാക്യം ട്രാൻസ്ഫോർമേഷൻ മിനിസ്ട്രി. ഇതുകൊണ്ടാണ് കർത്താവ് ഇവിടെ രണ്ടാമത്തെ ഒരു ആശ്വാസത്തിന്റെ കാര്യം പറയുന്നു. നിങ്ങൾ എൻ്റെ നുകമേറ്റ്, നുകമെന്ന് വെച്ചാൽ ക്രോസ്, എന്നോട് പഠിപ്പിൻ. ഇത്രയും നാൾ നിങ്ങൾ ലോകത്തോട് പഠിച്ചു, ലോകമാണ് നിങ്ങളുടെ അകത്ത് കിടക്കണേ. ഇനി നിങ്ങൾ എൻ്റെ നുകമേറ്റ്, സഭയിലുള്ളവരെ എൻ്റെ നുകമേറ്റ് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ സോളിന്, നിങ്ങളുടെ ദേഹിക്ക്, മലയാളം ബൈബിളിലെ അതിലെ ട്രാൻസ്ലേഷൻ തെറ്റാണ്, ആ സ്പിരിറ്റ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്, ആത്മാവെന്ന, അങ്ങനെയല്ല, നിങ്ങളുടെ സോളിന്, നിങ്ങളുടെ ദേഹിക്ക് ആശ്വാസം ലഭിക്കും. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ ദൈവരാജ്യം അവകാശമാക്കും. അപ്പോൾ മിനിസ്ട്രി ഓഫ് ട്രാൻസ്ഫോർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മിനിസ്ട്രി ഓഫ് ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്നില്ല എങ്കിൽ, അതിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ നമ്മൾ അപകടത്തിലാകും. നമ്മുടെ സ്വഭാവം മാറത്തില്ല. മിനിസ്ട്രി ഓഫ് ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ നമ്മൾ വളരെ അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, ഇതൊക്കെ ശരി, അനേകർ ദൈവരാജ്യത്തിലേക്ക് വന്നു, ലോകപ്രശസ്തനായി ദൈവദാസനായി മാറി. പക്ഷെ മത്തായി 7:21 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യം അവകാശമാക്കുന്നതെന്ന് പറയുമ്പോൾ, നമ്മൾ ഒരുപക്ഷെ വലിയ കംഫർട്ട് മിനിസ്റ്റർ ചെയ്ത വ്യക്തികളാണെങ്കിൽ നമ്മൾ പറയും, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, പ്രവചിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞ് പ്രിയരെ, കർത്താവ് തിരിച്ചു പറയുന്ന രംഗമുണ്ട് അവിടെ, ഞാൻ നിങ്ങൾ ഒരു കാലത്തും അറിഞ്ഞിട്ടില്ല. ആമേൻ. പ്രിയരെ, അവർ നന്നായി സൂക്ഷിക്കാഞ്ഞിട്ടല്ല, നന്നായി കംഫർട്ട് മിനിസ്റ്റർ ചെയ്തതാ. ഈ കംഫർട്ട് മിനിസ്ട്രി ലോകത്തിൽ നിന്ന് ജനത്തെ ദൈവസഭയിലേക്ക് കൊണ്ടുവരികയാണ്. എന്നാൽ ട്രാൻസ്ഫോർമേഷൻ മിനിസ്ട്രി ഈ ദൈവസഭയിലുള്ളവരെ ദൈവരാജ്യം അവകാശമാക്കാനുള്ള യോഗ്യതയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ആ ട്രാൻസ്ഫോർമേഷൻ മിനിസ്ട്രി നമ്മൾ നടക്കണം. നിങ്ങൾ ഒരു പക്ഷേ ചോദിക്കും, ഇതെന്താ ഞങ്ങൾ വേറെ കണ്ടിട്ടില്ല? ഇല്ല സഹോദരങ്ങളെ, വചനത്തിലുണ്ട്, നമുക്ക് മനസ്സിലാകുന്നിട്ടാ. നിങ്ങൾ 1 കൊരിന്ത്യർ 13 വായിച്ചാൽ അവിടെ മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. ഒരുപക്ഷെ നമുക്ക് വലിയ വിശ്വാസം ഉണ്ടാകും, മലകളെ മാറ്റുവാൻ തക്കുള്ള വിശ്വാസം. കംഫർട്ട് മിനിസ്ട്രിയുടെ കാര്യം പറഞ്ഞേ, മലകളെ മാറ്റാൻ തക്കുള്ള വിശ്വാസം ഉണ്ടാകും, ഇതൊക്കെ ഉണ്ടാകും. പക്ഷെ കർത്താവ് പറയാ, നിനക്ക് സ്നേഹമില്ല എങ്കിൽ ഇതെല്ലാം വട്ടപൂജ്യമാണ്. നീ ദൈവരാജ്യാവകാശമാകത്തില്ല. ഒരുപക്ഷെ നീ സകലതും ദാനം ചെയ്യും, അല്ല നിനക്കുള്ള നിന്റെ ജീവൻ വരെ നീ ഒരു ദഹിപ്പിക്കാൻ വിട്ടുകൊടുക്കും. ഇതെല്ലാം നമ്മൾ ഒരുപക്ഷെ ചെയ്തെന്ന് വരാം ഈ കംഫർട്ട് മിനിസ്ട്രിയിൽ കിടന്നുകൊണ്ട്. ഒരാൾക്കൊരു കുഴപ്പമുണ്ടായി നമ്മൾ ഓടിച്ചെന്നു, എല്ലാം ചെയ്തു, എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷേ ഇതിൻ്റെ എല്ലാം ഉദ്ദേശം എന്താ? റിയൽ അഗാപ്പെ, ദൈവസ്നേഹമാണോ? അല്ല, എൻ്റെ സഭയിൽ ആളുകൾ അവിടെ നിൽക്കണം, ഇവരുടെ എല്ലാ ആവശ്യങ്ങളും ഞാൻ നടത്തി കൊടുക്കുമ്പോൾ ആളുകൾ പറയണം, ഒരാവശ്യം വന്നപ്പോൾ ഞാൻ ഓടിച്ചെന്നു, കണ്ടോ ആ ദേവദാസൻ സഭയിലേക്ക് ഓടാം. ഇങ്ങനെയുള്ള ചിന്തയാണ് നമ്മുടെ അകത്തുള്ളതെങ്കിൽ ഇത് ലോകം കാണുന്നില്ല, പക്ഷെ സ്വർഗത്തിലെ ദൈവം കാണുകയാണ്. പറയാ, കർത്താവ് പറയാ, നീ നിന്റെ സകലതം വിട്ടുകൊടുത്തു, നിന്റെ ശരീരം ദഹിപ്പിക്കാൻ വരെ വിട്ടുകൊടുത്തു. കംഫർട്ട് മിനിസ്ട്രിയാ. ഈ സമയത്ത് നിന്റെ അകത്ത് ദൈവസ്നേഹം ഇല്ല എങ്കിൽ ഇതെല്ലാം വട്ടപൂജ്യമാണ്. നീ പ്രവചിക്കുമായിരിക്കാം, നിനക്ക് എല്ലാ മർമ്മങ്ങളും അറിയാമായിരിക്കാം, എല്ലാ കൃപാവരണവും വർക്ക് ചെയ്യുമായിരിക്കാം. കംഫർട്ട് മിനിസ്ട്രിയാ. ഈ സമയത്ത് കുഞ്ഞെ നിന്റെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇല്ല എങ്കിൽ കർത്താവിന് വചനം പറയാം, നീ വട്ടപൂജ്യമാണ്. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു, എന്താണ് കംഫർട്ട് മിനിസ്ട്രി, എന്താണ് ട്രാൻസ്ഫോർമേഷൻ മിനിസ്ട്രി എന്ന് മനസ്സിലായല്ലോ. കംഫർട്ട് മിനിസ്ട്രി ലോകത്തിലുള്ള ജനത്തെ അവരെ ദൈവസഭയിലേക്ക് നയിക്കുകയാണ്. ട്രാൻസ്ഫോർമേഷൻ മിനിസ്ട്രി ദൈവസഭയിൽ നിന്ന് ഈ ജനത്തെ ദൈവരാജ്യത്തിലേക്ക് നയിക്കുകയാണ്. ഇതിന് ആധാരമായ വചനമാണ് കർത്താവ് യേശു പറഞ്ഞത്. മത്തായി 11:28 കംഫർട്ട് മിനിസ്ട്രി, മത്തായി 11:29 ട്രാൻസ്ഫോർമേഷൻ മിനിസ്ട്രി. അപ്പസ്തോല പ്രവൃത്തികൾ കംഫർട്ട് മിനിസ്ട്രി, ലോകത്ത് നിന്ന് ജനത്തെ
ദൈവസഭയിലേക്ക് കൊണ്ടുവരുന്നു. ലേഖനങ്ങൾ, വെളിപ്പാട്, ഇതെല്ലാം ഇത് ട്രാൻസ്ഫോർമേഷൻ മിനിസ്ട്രി. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഹിതം ഇന്ന് നീ മനസ്സിലാക്കേണ്ടതിന് നീ മനസ്സ് ട്രാൻസ്ഫോം ചെയ്ത് നീ പുതുക്കം പ്രാപിച്ച് ദൈവിഷ്ടം മനസ്സിലാക്കി അത് ചെയ്യുക. തീർച്ചയായും ദൈവം അനുഗ്രഹീതമായ വെളിപ്പാടുകൾ പ്രിയരെ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ തീർച്ചയായും വിശ്വസിക്കുകയാണ്. ഈ പ്രോഗ്രാം പ്രത്യേകിച്ച് ദൈവദാസന്മാർ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. ഒരു ദൈവദാസന്റെ അകം മാറിക്കഴിഞ്ഞാൽ, ദൈവദാസന് ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ എന്തെന്ന് മനസ്സിലെ ആഗ്രഹങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ, ആ ദൈവദാസന്റെ കീഴിൽ 100, 200, 1000, 10,000 ഉള്ള ജനങ്ങൾ ഒരുമിച്ച് മാറ്റപ്പെടുവാനായിട്ട് ഇടയാകും. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രിയ നല്ല പിതാവ്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് അങ്ങയുടെ സ്വരം ഞങ്ങളിലൂടെ കേട്ട ഈ ദൈവദാസന്മാരെ, ദാസിമാരെ, അങ്ങയുടെ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരെ ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവേ. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. എടുത്ത തീരുമാനത്തിൽ വിശ്വസ്ത പുലർത്തുന്നവരെ അങ്ങ് സഹായിച്ചാട്ടെ. ഇപ്പോൾ ഇവരുടെ സകല ഭൗതിക ആവശ്യങ്ങൾ പേര് അങ്ങ് മഞ്ഞും മഴയും അയച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇവർ രോഗികൾ സൗഖ്യമാകുവാൻ ഇടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇവരുടെ ജീവിതത്തിൽ ആശ്വാസങ്ങൾ കൽപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ കർത്താവെ, ഒരു രൂപാന്തര മിനിസ്ട്രിക്ക് കർത്താവേ, ഒരു ട്രാൻസ്ഫോർമേഷൻ മിനിസ്ട്രി കർത്താവേ, ഒരു തീരുമാനം എടുത്തിരിക്കുന്ന വ്യക്തികളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരെ സഹായിച്ചാട്ടെ. മഹത്വം അങ്ങ് യേശുവിൻ നാമത്തിൽ പിതാവേ. പ്രിയരെ, കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. ദൈവരാജ്യത്തെക്കുറിച്ച് അനുഗ്രഹീത വെളിപ്പാടുകൾ ഒരു പണവും മുടക്കാതെ കേൾക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്താൽ www.thevoiceofgod.org നിങ്ങൾ ലോഗിൻ ചെയ്താൽ നിങ്ങൾക്കൊരു റെവലേഷന്റെ വെളിപ്പാടോട് ഒരു കലവറ തന്നെ നിങ്ങളുടെ ലഭിക്കപ്പെടുവാനായിട്ട് ഇടയാകും. സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കി അത് ചെയ്യുവാൻ ഈ നാളുകളിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. കർത്താവ് അനുവദിക്കുന്നതിന് അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനൽ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബി വിത്ത് യു. പ്രൈസ് ഗോഡ്.